ഹായ്, ആദു സെറ്റ് ലൈഫ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കണ്ടോ, ആശാത്തിയെ കണ്ടോ? ഇതാണ് ഞങ്ങളുടെ പാത്ത കേട്ടോ. ഇവള് ചെയ്ത പണിയാണ്ടോ. ഞാൻ എൻ്റെ വീട്ടിലാണ് ഇരുന്നപ്പോൾ അമ്മ ഒന്നും പറയുകയാണ്, നെറ്റില്ല, റേഞ്ചില്ല, ആകെ ഷോക്ക് അടിച്ചിരുന്നപ്പോൾ വന്ന് പറയുകയാണ്, മുട്ടയ്ക്കടയിരിക്കുന്ന നമ്മുടെ പാത്തക്കുട്ടി ഇതേ കിണറ്റിൽ വീണിരിക്കുന്നു. വന്ന് നോക്കിയപ്പോൾ അങ്ങനെ തണുപ്പും കൊണ്ട് ആശാത്തി അങ്ങനെ കമ്പയിൽ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ കിണറാണ് കേട്ടോ, വെള്ളം കുടിക്കുന്ന കിണറാണ്. ആ കിണറിൻ്റെ അവസ്ഥ ഉണ്ടോ, 5-6 പേർക്ക്, അതായത് 5-6 കുടുംബക്കാർക്ക് അവകാശമുള്ളൊരു കിണറാണ്. 2 ഫാമിലിയാണ് ഇപ്പോൾ അതിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കിണറിൻ്റെ അവസ്ഥ വളരെ ശോകമാണ്, പറയാതെ വയ്യ. ഇടിഞ്ഞു പൊളിഞ്ഞാകെ നാശമായിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പൂപ്പന്മാർ പണിത ഒരു കിണറാണ് കേട്ടോ. അതായത് പണ്ട് കാലത്ത് എൻ്റെ അച്ഛൻ്റെ അച്ഛനും ഒക്കെ കൊണ്ട് കൂടിയിട്ട് കുഴിച്ചൊരു കിണറാണെന്നാണ് പറയുന്നത്. അതായത് ഫാമിലി ആയിട്ട് കുഴിച്ചെടുത്ത ഒരു കിണർ. അപ്പം ആ കിണറിലെ അവസ്ഥ ഇതാണ്. ഇപ്പം ഇടിഞ്ഞു പൊളിഞ്ഞ് ആകെ നാശമായി, കല്ലൊക്കെ പെടന്നാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലൊക്കെ നിൽക്കുക എന്നുള്ളത് വളരെ റിസ്ക്കുള്ള കാര്യമാണ്. കാടൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ നെറ്റൊക്കെ കെട്ടിയിറന്നതൊക്കെ ഈ തൊട്ടടുത്ത് മാവുണ്ട്. അപ്പോൾ അതിൽ നിന്നും കരിയിലയും കൊമ്പൊക്കെ വീണാകെ താഴോട്ടായിട്ടുണ്ട്. ഇപ്പം ആ വെള്ളം ആകെ ചീഞ്ഞളിഞ്ഞ അവസ്ഥയായിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് തന്നെയാട്ടോ കുടിക്കുന്നത്, വേറെ നിവൃത്തിയില്ല. ഇത് നന്നാക്കണമെങ്കിൽ ഒരു 50,000 രൂപയോളം വേണം. അതിന് ഞങ്ങളെ കൊണ്ട് തനിയെ ഒക്കത്തില്ല. അപ്പം ഇതിലും ഭേദം ഞങ്ങൾ ഒരു സെപ്പറേറ്റ് ഒരു കിണർ കുഴിക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി കാശ് മുടക്കിയാൽ മതിയല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ ആലോചനകൾ നടക്കുന്നു. ഇപ്പോഴത്തെ ആലോചന എങ്ങനെ നമ്മുടെ ഈ ഒരു പാതയെ കരയ്ക്ക് കയറ്റും എന്നുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നല്ല പൊരി വെയിലത്ത് എന്തായാലും അവൾ 8ൻ്റെ പണിയാണ് ഞങ്ങൾക്ക് തന്നത് കേട്ടോ. ഞങ്ങളവിടെ മര്യാദയ്ക്ക് ഫോണും തോണ്ടി അവിടെ കിടന്നോളൂലേ. ഇവർക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ കിണറ്റിൽ വന്ന് വീഴണ്ടേ. എനിവേ, എന്തെങ്കിലും ആട്ടെ, നമുക്ക് എന്തായാലും ഇപ്പോൾ അവളെ കരയ്ക്ക് കയറ്റിയല്ലേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ 2-3 കോലും കോഴിയൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങി തിരിച്ചേട്ടോ. പിന്നെ ഞങ്ങൾ അഴയിൽ കെട്ടിയിരുന്ന അഴയെന്ന് വെച്ചാൽ ആശ, ഓക്കെ, ആശ അഴിച്ച് ഒരു കയറ് സംഘടിപ്പിച്ചു. പിന്നെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു തൊട്ടി സംഘടിപ്പിച്ചു. അങ്ങനെ രണ്ടും കൂടി കൂട്ടി അഴിപ്പിച്ച് ഒരു തൊട്ടി അങ്ങനെ കിണറ്റിലോട്ട് അങ്ങനെ ഇട്ടുവിട്ടു. അവളെ തൊട്ടിയിൽ കയറ്റാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 3 കോലാട്ടോ ഉപയോഗിച്ചത്. അതായത് അവളെ ഒന്ന് നീക്കി ആ ഒരു കൊട്ടയുടെ അടുത്തേക്ക് എത്തിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഓരോ മൂലക്കേക്ക് അവൾ കയറി പോവുകയാണേ. ആകെ 4 മൂലയുണ്ട് കേട്ടോ. ആ ഒരു കിണറിന് 4 ചതുരമായിട്ടാണ് അങ്ങനെ ആ കിണർ പണിതേക്കുന്നത്. അപ്പോൾ അവൾ ആ മൂലയ്ക്ക് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോലിട്ട് കുത്താൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും കയറ്റിൽ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് തട്ടി കുത്തി അങ്ങനെ ആ കൊട്ടയുടെ അടുത്ത് എത്തിക്കും കേട്ടോ. അവൾ ആ വക്കേ കയറിയിരിക്കും, കൊട്ട ചെരിഞ്ഞു പോവും. പിന്നെയും കയറിയിരിക്കും, കൊട്ട ചെരിഞ്ഞു പോവും. അവളാണെങ്കിൽ കയറത്തുമില്ല. ഞാൻ ഇന്ന് എന്തായാലും ഈ കിണറ്റിൽ നിന്ന് കയറിപ്പോവാൻ റെഡിയല്ല എന്നുള്ളൊരു മനസ്സോട് കൂടിയിട്ടാണ് അവളുടെ അടുപ്പ്. കണ്ടോ, എന്താ രസമല്ല ഈ വെയിലത്ത് അങ്ങനെ നീന്തി തുടിച്ച് അങ്ങനെ നടക്കുകയാണ് അവൾ ഞങ്ങളുടെ വെള്ളം കൂടി മുട്ടിക്കാനായിട്ട്. ഇനി ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അവൾ എന്തായാലും കൊട്ടയിൽ കയറണില്ല. ലാസ്റ്റ് എന്നാൽ നമുക്ക് ഇന്ന് പാത്തക്കറി അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. ഞങ്ങളിരുന്ന് പറയുകയാണ്, അത്രയും ക്ഷമ കിട്ടു. കുറേ നേരം കുത്തി കയ്യും കഴിച്ചു, വെയിലും കൊണ്ട് വേർത്ത് ഒഴുകി. എൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഫുൾ ടൈം എനിക്ക് വെയിൽ കൊണ്ടാലും ഇല്ലെങ്കിലും ഒക്കെ ഞാനിങ്ങനെ വേർത്ത് കുളിച്ചുകൊണ്ടിരിക്കുക. അതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഇവളെ ഇങ്ങനെ കയറ്റാനുള്ള ശ്രമം കൂടി ആയപ്പോൾ ഞാൻ ആകെ അവശതയായി. 4 വശത്തു നിന്നും ഞങ്ങളിങ്ങനെ നല്ല പോലെ കുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് കുത്തി നമ്മുടെ പാത്ത കയറിയില്ലെങ്കിലും 2 ആശാന്മാർ പുറത്തേക്ക് ചാടി കേട്ടോ. ആശാന്മാരെന്ന് പറഞ്ഞാൽ ഒരു വലിയ നീർക്കോലി, ഒന്ന് ചെറിയ നീർക്കോലി കേട്ടോ. അതായത് ഇതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ട്, പിന്നെ ഗപ്പി ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയ രസം. നിറയെ വാലുള്ള ഗപ്പികളെ കണ്ടു കേട്ടോ. ആരാണ് കൊണ്ടുപോയിട്ടതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും കിണറ്റിൽ നിറയെ ഗപ്പി ഉണ്ട്. കാണാൻ നല്ല ലുക്കാണ് കേട്ടോ ഗപ്പികളൊക്കെ കാണാൻ. അങ്ങനെ അവൾ പിന്നെയും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കയറ്റാനായിട്ട്. അവൾ എന്ത് ചെയ്ത് കയറുന്നില്ല, അത്രയും കഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അന്വേഷിച്ചിറങ്ങി ആ മുത്തുമണി വന്ന് നിൽപ്പാട്ടോ. ഇനി ഈ പാത്തേനെ കയറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഇനി അവളും കൂടി കിണറ്റിൽ വന്ന് വീഴണ്ടാന്ന് വിചാരിച്ചിട്ട് അമ്മ അതിനെടുത്തുകൊണ്ട് പോയി കൂട്ടിലിട്ട് കേട്ടോ. എന്നിട്ട് പിന്നീട് ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ പരിപാടി ആരംഭിച്ചു കേട്ടോ. കോലിട്ട് കുത്തുക, അവൾ നീന്തിപ്പോവുക, കോലിട്ട് കുത്തുക, അവൾ നീന്തിപ്പോവുക. ഇത് തന്നെ പരിപാടി കേട്ടോ. കുറേ നേരം ശ്രമിച്ചു. ലാസ്റ്റ് ഞങ്ങൾക്ക് ദേഷ്യം വന്നു. എന്നാൽ എന്തെങ്കിലും കാണിക്കട്ടെ, അവളവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വീട്ടിലോട്ട് കയറിപ്പോയി. പിന്നെയും ഞങ്ങളുടെ ക്ഷീണം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും വരും.
പിന്നെ അവൾ ഇത് തന്നെ നീന്തി നീന്തി തുടിച്ചങ്ങനെ നടക്കും. കോലിട്ട് കുത്തും അവൾ ഇറങ്ങിപ്പോവും, കോലിട്ട് കുത്തും അവൾ ഇറങ്ങിപ്പോവും. തൊട്ടി കയറുന്ന പരിപാടിയില്ല. ലാസ്റ്റ് ഞങ്ങൾ അവൾ ഇരിക്കുന്ന ആ കൊമ്പ് അങ്ങ് മനഃപൂർവ്വം പൊട്ടിച്ചതല്ല കേട്ടോ, അവൾ കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഇരുന്ന കൊമ്പൊന്ന് പൊക്കി കൊടുത്താ കേട്ടോ. പക്ഷേ ആ ഒരു കൊമ്പ് പൊങ്ങുന്നുണ്ടായിരുന്നില്ല. നല്ല ബലമായിരുന്നു, ആ കൊമ്പങ്ങ് ഒടിഞ്ഞു പോയി. ജസ്റ്റ് ഒന്ന് പറഞ്ഞിറങ്ങി അവൾക്ക് കയറി രക്ഷപ്പെടായിരുന്നു കേട്ടോ. പക്ഷെ അവൾ അതിന് പോലും ശ്രമിക്കുന്നില്ല. മടിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല, അവൾക്ക് ആ വെള്ളത്തിൽ നിന്ന് കയറാൻ പറ്റില്ല. അത് തന്നെ കാരണം, കാരണം അത്രയും ചൂടാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ കയറി ഇരിക്കേണ്ട കാര്യമുണ്ടോ, കുളിക്കേണ്ട കാര്യമുണ്ടോ അവൾക്ക് അല്ലേ? എന്താന്നേ നോക്കണേ, ആ ഇരിക്കുന്ന ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുള്ളൊരു സ്പേസാട്ടോ. ഞങ്ങളവിടെ നിൽക്കണം, വളരെ റിസ്ക് എടുത്തിട്ടാണ്. അങ്ങോട്ടേക്ക് പെട്ടെന്ന് കയറി പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാനും പോലും മാർഗ്ഗമില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ഫയർഫോഴ്സിനെ വിളിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഇവളെ രക്ഷപ്പെടുത്താനായിട്ട്. ഫയർഫോഴ്സിനെ വിളിച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ പിന്നെ ക്യാഷ് കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പം അങ്ങനെ ഉണ്ടോയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. പിന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം ഞാനൊരു ഐഡിയ പറഞ്ഞേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇറങ്ങി അവളെ പിടിക്കാം, എന്നിട്ട് എന്നെ കയറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അതും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് അങ്ങനെയൊക്കെ ഓരോ ഐഡിയാസൊക്കെ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും ഇവളങ്ങ് കയറ്റാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എന്താ ചെയ്യുക, കുറേ നേരം ഞങ്ങൾ ട്രൈ ചെയ്തത്, ഞങ്ങൾ അവശതയായി ഇവളെ കയറ്റാനായിട്ട് നോക്കിയിട്ട്. ഇവളെ കൊട്ടയിലേക്ക് കയറുന്ന അവൾ ലക്ഷണം കാണിക്കണില്ല. കാരണം കൊട്ടയിട്ട് കൊടുക്കണ ആ ഒരു മൂലയ്ക്ക് അവൾ വരത്തില്ലായിരുന്നു. 4 മൂലയും അത്രയും കാട് പിടിച്ച് കിടക്കണ കാരണം ഭയങ്കര പാടായിരുന്നു കേട്ടോ. അമ്മ അതേ കണ്ടോ, അവൾ ആ ഒരു കൂട്ടിലോട്ട് കൊണ്ടുവന്നാക്കാൻ പോകുന്ന കേട്ടോ. അതും കൂടാത്തതിന് വേറെ 2 ആട്ടിൻകുട്ടികളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവളുമാരും വന്നു. ഞങ്ങളിവിടെ എന്താ കാണിക്കുന്നതെന്ന് അറിയാം. സാധാരണ ഈ ആട്ടിൻകുട്ടികളൊന്നും കിണറിൻ്റെ സൈഡിലോട്ട് വരാറില്ലാത്തതാണ്. ഇന്ന് ഞങ്ങൾ 4 പേരും ഈ കിണറിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന എന്താണെന്ന് അറിയാനായിട്ട് വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇനി എങ്ങനെ കരയ്ക്ക് കയറ്റും, ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായത്തിന് വിളിച്ചാലോ. കനാലുണ്ട് കേട്ടോ, ഞങ്ങളുടെ തൊട്ട് അടുത്തൊരു കനാലുണ്ട്. ആ കനാലിൽ ഒരുപാട് പേര് കുളിക്കാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുളിക്കാൻ വരുമ്പോൾ അവരോടൊന്ന് പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിൽക്കുക കേട്ടോ. ആരിറങ്ങാനാ, ഇപ്പം കനാലിൻ്റെ അടുത്ത് പോയാൽ തന്നെ ഈ കിണറ്റിലൊരു മനുഷ്യനും ഇറങ്ങത്തില്ല. കാരണം മാതിരി കാട് പിടിച്ച് കിടക്കുന്ന കിണറാണ്. വല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല എന്തൊക്കെ പാമ്പാണ് ഇവിടെ ഇരിക്കുന്നതെന്ന്. കാരണം ഇന്നത്തെ ചൂട് കാലമാണ്. അപ്പം ഈ കിണറിൻ്റെ സൈഡിലാണെങ്കിൽ ഇഷ്ടംപോലെ പൊത്തുണ്ട്. അവർക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ തണുപ്പും കിട്ടും. ഇപ്പം പാമ്പുകൾക്കൊക്കെ സുഖമായിട്ടിരിക്കാൻ കഴിയുന്ന ഒരു ഇടം കൂടിയാണ് കേട്ടോ ഈ ഒരു കിണറെന്നുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഞങ്ങൾ അതിക്കടെ രാത്രിയൊക്കെ സന്ധ്യക്കൊക്കെ നടക്കുന്നത് വരെ. അപ്പം ആ ഒരു കിണറ്റിലേക്ക് ആരെയും ഇറക്കാൻ തന്നെ ഞങ്ങൾക്ക് സമ്മതമായിരുന്നില്ല. അങ്ങനെ വിളിക്കണ്ടെന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ ലാസ്റ്റ് ഒരു രക്ഷയില്ലാതെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞു, അമ്മ എന്നാൽ ചെന്ന് നോക്ക്, കനാലിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെന്ന് വിളിച്ചിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ അമ്മ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും കുളിയും കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെയും ഞങ്ങൾ കോലിട്ട് കുത്തി അവളെ കരയ്ക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. തൊട്ടിയൊക്കെ ഇട്ട് കൊടുത്തു നോക്കി, അവൾ കയറുന്നുണ്ടായിരുന്നില്ല. ഇനി അമ്മ അറിയാണ്, അപ്പോൾ ഒരു കയറും പിടിച്ചിട്ട് നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ എന്ന്. അമ്മ ഇറങ്ങി താറാവിന് ആ പാത്തേനെ പിടിക്കാമെന്ന്. എന്നിട്ട് വേണം അമ്മേനെ കയറ്റാനായിട്ട് ഞങ്ങൾ വേറെ ആൾക്കാരെ വിളിക്കാനും ഒച്ചപ്പാടെടുക്കാനും ഒക്കെ. വെറുതെ എന്തിനാ ഒരു 500 രൂപയുടെ പാത്തയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ കളയണേന്നുള്ള രീതിയിലായിട്ട് ലാസ്റ്റ് അവളെന്തായാലും രക്ഷപ്പെടും. കാരണം അവൾക്ക് നീന്താൻ അറിയാമല്ലോ, ബാക്കിയുള്ളവരുടെ കാര്യം അതല്ലല്ലോ. അപ്പം അവൾക്ക് ഈ പാത്രം എന്ന് പറയുന്നത് താറാവിൻ്റെ പോലെ തന്നെയാണ്, എപ്പോഴും നീന്തി അങ്ങനെ നടക്കും. അപ്പോൾ എന്തായാലും അതിന് അവൾക്ക് പേടിക്കണ്ട, ജീവൻ പോകുമെന്നുള്ള കാര്യത്തിൽ പേടിയില്ല. പക്ഷേ എങ്ങനെ കരയ്ക്ക് കയറ്റും എന്നുള്ളൊരു കാര്യത്തിലാണ് കണ്ടത്. ഞാനതെടുത്ത് പൊക്കി ലാസ്റ്റ് ആ കൊമ്പ് അങ്ങ് ഒടിഞ്ഞു പോയി. ഭയങ്കര കഷ്ടമായിരുന്നു, ഭയങ്കര വെയിറ്റ് ആയിരുന്നു ആ ഒരു കൊമ്പിന്. കണ്ടോ, ആ ഒരു വലയും കൂടി ആയപ്പോഴാന്ന് തോന്നുന്നു അത്രയും വെയിറ്റ് കണ്ടാതെ പോയി. ആകെ ഇരിക്കാനുള്ളൊരു ഇപ്പോഴുണ്ടായിരുന്നത് അതായിരുന്നേ, അതും പോയി. ഇനി അവൾ എന്ത് ചെയ്യും? ഒരു കണക്കിനത് പോയത് നന്നായിട്ട്. അവൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുന്ന സ്ഥലമായിരുന്നു അത്. അപ്പോൾ ഇനി എന്തായാലും അവൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവളെ കയറിയിരിക്കത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊട്ടയിൽ കയറട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെയും എന്താ നോക്കി ആ ഒരു പിടപ്പിക്കൽ ചിറകൊക്കെ വിടർത്തി 5-6 മുട്ടയ്ക്ക് അടയിരിക്കുന്ന പാത്തിയാണ് കേട്ടോ. അമ്മ കുറേ നാളായി അങ്ങനെ മുട്ടയൊക്കെ വിരിയിച്ചിട്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ഞാനായിട്ട് അയച്ചു വിട്ടതാണ് കേട്ടോ. അത് കൂട്ടി കിടന്ന് ഞാൻ മുട്ട എടുത്തില്ല.
അപ്പം അമ്മച്ചിയോട് പറഞ്ഞു അതിന് അയച്ചു വിട്ടേക്കാം അമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അയച്ചു വിട്ട് അങ്ങനെ ഇപ്പോൾ മുട്ടയിട്ട് അവിടെ ഇരിക്കുകയാണ് അവളങ്ങനെ അങ്ങനെ അവിടെ ഒക്കെ ഇരുന്നതിൻ്റെ ഇടയ്ക്കാണ് അവളൊന്ന് എന്തോ ഫുഡ് കഴിക്കാനും കണ്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മറ്റേ ആൺപാത്ത വന്നിട്ട് ഇവളെ ഓടിച്ച് കിണറ്റിൽ ചാടിച്ച് ആകെ അവശതയാക്കി വെച്ചു. ഇനിയിപ്പോൾ മുട്ട വിരിയുമെന്നുള്ള ടെൻഷനാണ് അമ്മയ്ക്ക്. ഞങ്ങൾക്ക് ഇവളെ എങ്ങനെ പുറത്ത് എത്തിക്കും എന്നുള്ളൊരു ആലോചനയിലാണെങ്കിൽ അമ്മയുടെ ടെൻഷൻ മൊത്തം അത്രയും നേരം പാത്തേക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ലല്ലോ, കുഞ്ഞുങ്ങളെ ഇനി ചാവുമോ, മുട്ട ഇനി വിരിയോ, അതൊക്കെയാണ് അമ്മയുടെ ടെൻഷൻ കേട്ടോ. അപ്പം ഞങ്ങൾ അമ്മേനെ വഴക്ക് പറഞ്ഞു കേട്ടോ. അമ്മ എന്തുട്ടി പറയണേ, എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ആക്കണേ എങ്ങനെയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അമ്മ അവിടെ മുട്ടയുടെ കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരിക്കണേന്ന് വെച്ചുകൊണ്ട് അമ്മേനെ വഴക്ക് പറഞ്ഞു കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും അനിയത്തിയുടെ ഹസ്ബൻഡ് അനിയൻ വന്നു കേട്ടോ. അവന് ഒരു കൈ നോക്കി, ആ ഒരു കൈ നോക്കൽ ഒരു ഗംഭീര നോക്കൽ തന്നെയായിരുന്നു കേട്ടോ. അവനൊട്ടും പഠിച്ചില്ല. ചെന്ന വഴി തന്നെ ആദ്യം കുറച്ച് നേരം തൊട്ടിയിൽ കയറ്റാനൊക്കെ ഞങ്ങളുടെ ഒപ്പം കൂടി കേട്ടോ. പക്ഷെ കയറുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ ഓടിപ്പോയി ഒരു തോർത്തുമുണ്ട് എടുത്തുകൊണ്ട് വന്നിട്ടേ അവനങ്ങനെ നിപ്പായി ആ ഒരു തിട്ടയിൽ വന്ന് ഇരിപ്പായിട്ടത് ആ നിൽക്കുന്ന ആ ഒരു സ്ഥലമല്ലേ ആ സ്പേസിൽ വന്നിട്ട് ഇരിപ്പായി കേട്ടോ. ഞാൻ ഇപ്പം ചാടും എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് സൗമ്യ വന്നിട്ട് പിടിച്ചിരുത്തിയിട്ട് അവിടെ ചാടാൻ സമ്മതിച്ചില്ല. കാരണം അങ്ങോട്ട് ഒരു ചാട്ടത്തിന് ചാടാൻ കഴിയും, ചിലപ്പോൾ 100 മുഷ്കെടുത്ത് തിരിച്ചു കയറാൻ പറ്റിയെന്നില്ലല്ലോ. അപ്പം ഞങ്ങൾ കുറേയൊക്കെ പറഞ്ഞു നമ്മൾ തിരിച്ച് കയറാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വഴി നോക്കിയിട്ട് വേണം ചാടാനായിട്ട്, ചാടലേ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ഞങ്ങൾ ഫോഴ്സ് ചെയ്തു കേട്ടോ. ഞങ്ങൾ നല്ല അവൾ ലാസ്റ്റ് പറഞ്ഞു രൂപേഷേട്ടൻ ചാടുകയാണെങ്കിൽ ഞാൻ എപ്പോൾ ചാടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ അവൻ ആദ്യം പറഞ്ഞിരുന്നു കുടുക്കിട്ട് നോക്കാമെന്ന് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ആ ഒരു ഐഡിയ തോന്നി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് കുടുക്കിട്ട് നോക്കാടാന്ന് പറഞ്ഞു. പക്ഷെ അവൻ തോർത്തുകൊണ്ട് കൊടുത്തു, അവന് കിണറ്റി ചാടണം. ഞങ്ങൾ സമ്മതിച്ചില്ല, അതാണ് രസമായിപ്പോയത്. ആ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ വേണ്ടാന്ന് വെച്ചു. കാരണം ഇവിടെ ഒരാൾ ചാടാൻ പോകണു, ഒരാൾ അവിടെ കരച്ചില്, അത് ഞാനെങ്ങനെ എടുത്ത് വീഡിയോ എടുക്കും. അപ്പം ഞങ്ങൾ പിന്നെ പറഞ്ഞു വേണ്ട ചാടണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും കയറ്റാം എന്നും പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ അവിടെ ഇരുത്തി. പിന്നെ ഒരു കയറിട്ട് അവൻ തന്നെ കുടുക്കിട്ട് കേട്ടോ. അവൻ നന്നായിട്ട് ആ ഒരു കോലിൽ നന്നായിട്ട് കുടുക്കിട്ടാൻ അറിയാം കേട്ടോ. നന്നായി പെട്ടെന്ന് തന്നെ കിട്ടുന്ന രീതിയിൽ കുടുക്കിട്ട് കേട്ടോ. അത്ര കാര്യമുള്ളൂ, എളുപ്പമായിരുന്നു. അപ്പോൾ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവൻ കുടുക്കിട്ട് തന്നു പാത്തയുടെ കഴുത്തിൽ. പെട്ടെന്ന് തന്നെ ഞാൻ കയറെ പിടിച്ച് വലിച്ചു, ഞാൻ കയറങ്ങ് പൊക്കി കേട്ടോ. അവനും ആ കോലും ഞങ്ങൾ രണ്ടുപേരും ഒപ്പം പൊക്കി അങ്ങ് കയറ്റി കേട്ടോ, പുറത്തേക്ക് ഇട്ടു. അപ്പം തന്നെ ആൾ രക്ഷപ്പെട്ടു കേട്ടോ. പാത്തയുടെ ആ കുടുക്ക അങ്ങ് അഴിഞ്ഞു പോന്നു. പിന്നെ ആൾ കുടഞ്ഞുകൊണ്ട് അങ്ങ് പോയി കേട്ടോ. എന്നാൽ ആ ഒരു നിമിഷം അവനെടുത്ത് ചാടാൻ നോക്കിയ ഒരു നിമിഷം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇപ്പം തമാശയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര റിസ്ക് പിടിച്ചൊരു സിറ്റുവേഷനായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മയും പറയാം നമുക്ക് കയറാൻ പറ്റും, അമ്മയും സപ്പോർട്ട് ചെയ്യാമെന്ന് അവനെ. വേറെ കയറാനായിട്ടൊരു മാർഗവും തപ്പുന്നില്ല. അപ്പം ഞങ്ങൾ ഈ കുടുക്കിട്ട് വലിക്കുന്ന നേരം കൊണ്ട് രൂപേഷിന് ഇറങ്ങി കയറാൻ വേണ്ടിയിട്ട് അമ്മ ഈ വടം തപ്പാൻ വേണ്ടിയിട്ട് പോയേക്കായിരുന്നു. എന്നിട്ട് അടുത്ത വീട്ടിൽ പോയി വടം എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങളിവിടെ പാത്തേനെ പുറത്ത് അടിച്ചു കേട്ടോ. അങ്ങനെ അവളും പുറത്തോട്ട് ഇറങ്ങി അങ്ങനെ വെയിലൊക്കെ കാഞ്ഞ് അങ്ങനെ വെള്ളമൊക്കെ തോർത്തി അങ്ങനെ പോയി കേട്ടോ. അപ്പം അനിയന് സങ്കടം എന്താണെന്നറിയോ, ഈ കിണറ്റിലൊന്ന് ഇറങ്ങി കുളിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞു എടാ നിനക്ക് ചൂടെടുക്കുകയാണെങ്കിൽ നീ ആ കനാലിലെങ്ങാനും പോയി കുളിക്കുക, ഈ പാമ്പും ശോകം പിടിച്ച കിണറ്റിൽ ചാടി ചാവാൻ നോക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളാകെ കോമഡി ആക്കി കളഞ്ഞു കേട്ടോ. അതുകഴിഞ്ഞിട്ട് പിന്നീട് അങ്ങ് ചിരിയാൻ വന്നെങ്കിലും അന്നേരം ഞങ്ങൾ ടെൻഷൻ അടിച്ചു. അതേ കണ്ടോ പാമ്പിനെ കണ്ടോ, ഇപ്പോൾ ഒരു പാമ്പ് അകത്തേക്ക് അങ്ങ് കയറിപ്പോയി കണ്ടോ, അതേ കണ്ടോ വാല് കണ്ടോ, അത് പാമ്പാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഒരു കിണറ്റിലാണ് അവൻ ചാടാൻ പോയത്. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.